ഒന്നും പറയല്ല, കിടുക്കാച്ചി സാധനം. എന്താ ചെയ്തു വെച്ചേക്കുന്നേ? ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഞങ്ങള് ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പക്ഷേ ഇത് ഒന്ന് തിയേറ്ററിൽ പോയി കാണാൻ ഇടയായി. പക്ഷെ ഇതിനെപ്പറ്റി പറയാതിരിക്കാൻ മേല. അതെ, ഒരു വിജയ് ഫാനാണ് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെ നമ്മൾ ഫാൻ ബേസ് അല്ല. സൂര്യ ഇഷ്ടമാണ്, വിജയ് ഇഷ്ടമാണ്, വിക്രമിന് ഇഷ്ടമാണ്, അങ്ങനെ എല്ലാവരും ഇഷ്ടമാണ്. ആ കൂട്ടത്തിൽ വിജയ് ഇഷ്ടം. അല്ലാതെ തളപതി ഫാനാണോ ചോദിച്ചാൽ ഒരിക്കലും അല്ല കേട്ടോ. അങ്ങനെ കയറി കണ്ടു. കിളി അന്നേരം ഒരെണ്ണം ഒന്ന് പറന്നു പോയിട്ട് ഇതുവരെ ആ സംഭവം തിരിച്ചു കിട്ടിയിട്ടുള്ള അത്രയും സൂപ്പർ. തുടക്കം മുതല് ലാസ്റ്റ് വരെ മുള്ളിമേ നമ്മൾ ഇരുത്തിയിരുന്നേ ഫുൾ ടൈം. മുൾമുനയിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ മുൾമുന നിർത്തുക. അതായത് ഒരു ലാഗ് ഇല്ല, പടം ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. അങ്ങ് ക്ലൈമാക്സ് വരെ പോയിക്കൊണ്ടിരിക്കുക. അതിന് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അതോ എത്ര താരങ്ങൾ അറിയോ സിനിമയില്? അതാ പറഞ്ഞേ. ആരൊക്കെ ഞാൻ പറഞ്ഞുതരാം. പ്രഭുദേവ, അജ്മൽ, പ്രശാന്ത്, നമ്മുടെ ജയറാം, സ്നേഹ, ലൈല മനസ്സിലായോ? ഈ സൂര്യയുടെ ലൈല, തൃഷ, പിന്നെ കനിക, ശിവകാർത്തികേയൻ, യോഗി ബാബു. ഇത്ര അല്ല, ഒരുപാട് തരത്തില്ല. അങ്ങനെ കിടക്കുക താരങ്ങൾ. പിന്നെ ഏറ്റവും തുടങ്ങിയപ്പോഴേ തൊട്ട് എന്താ പറയാ, നമ്മുടെ സ്റ്റാർ വിജയകാന്തിന്റെ ഒരു വെച്ചിട്ടുള്ള ഒരു ഫിഗർ വെച്ചിട്ടുള്ള ഒരു സംഭവത്തിലൂടെയാണ് പടം തുടങ്ങുന്നത്. അവിടെ തന്നെ തിയേറ്ററിൽ കയ്യടിയാണ്. കാരണം അദ്ദേഹത്തെ നമ്മളെ വിട്ടുപോയി. അപ്പം അദ്ദേഹത്തെ വീണ്ടും ആ ഒരു ചെറുപ്പക്കാരനായിട്ട് ട്രെയിനിൽ കാണുക. നമ്മൾ കഥ പറയില്ല കേട്ടോ, ഒരിക്കലും കഥ പറയത്തില്ല, സ്പോയിലർ ആകത്തില്ല. പക്ഷെ എന്നാലും ആ ഒരു മുഹൂർത്തമാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത് പടത്തിന്റെ. അപ്പൊ അതിലൂടെയാണ് അങ്ങ് തുടങ്ങുന്നത്. അപ്പൊ വിജയകാന്തിന്റെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ കയ്യടിയാ, ഭയങ്കര കയ്യടിയാ. ഏത് മലയാളികള് അല്ലേ? പിന്നെ പറയാനുണ്ടോ? അവിടുന്ന് പിന്നെ എങ്ങനെയാണെന്നൊന്നും വിജയിലേക്ക് വരുന്നൊന്നും പറയുന്നില്ല. അത് സസ്പെൻസ് ആണ്. നിങ്ങൾ പോയി കാണണം. വിജയകാന്തിനെ റീക്രിയേറ്റ് ചെയ്തെടുത്തേക്കുന്നു. പിന്നെന്താ പറഞ്ഞാൽ ഈ പടം എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു പാക്കേജിംഗ് ആണ്. ചെറിയ തോതിൽ ഫണ്ണുണ്ട്, ഫൈറ്റ് ഉണ്ട്, ഫാമിലി പടം നല്ലതാ. അതായത് തളപതിയുടെ അല്ലെങ്കിൽ വിജയുടെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുക എന്ന് പറയുന്നത് അതൊരു ഉത്സവം പോലാണ്, ഒരു ഉത്സവം. പക്ഷെ ഈ പടവും നമ്മൾ കയറി കണ്ടപ്പം എല്ലാ എലമെന്റ്സും എല്ലാം ഉണ്ട്. ഒരു സാധാരണക്കാരന് വേണ്ട എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാത്തുണ്ട്. പ്രണയം വേണോ? ഉണ്ട്. സ്റ്റണ്ട് വേണോ? ഉണ്ട്. ഇനി സെന്റിമെന്റ്സ് വേണോ? ഉണ്ട്. എന്നാ ഫാമിലി പരമായിട്ടുള്ള സംഭവമാണോ വേണ്ടത്? അങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത്? അതുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ആണോ? എല്ലാം ഉണ്ടെന്നുള്ള. അതായത് ഈ അവിയലിനകത്ത് എല്ലാ പച്ചക്കറി ഉൾപ്പെടും എന്ന് പറയുന്ന പോലെ എല്ലാ സംഭവങ്ങളും ഉൾപ്പെട്ട്. ഞാൻ ഈ ഉദ്ദേശം ഒരു കാര്യമാണ്. ഈ വിജയൊക്കെ എന്തിനാണ് ഒരു വർഷം അധികം സിനിമകൾ ചെയ്യുന്നത്? വേണ്ട, ഒറ്റ സിനിമ മതി. ഒരുപാട് സിനിമയൊന്നും വേണ്ട. ഈ ഒരൊറ്റ പടം, ഇങ്ങനത്തെ പടം ഒന്നും മതി. എന്താ ചെയ്തു വെച്ചേക്കുന്നത് അറിയോ? നമ്മൾ പിന്നെ പ്രഭുദേവയുടെ സ്ക്രീൻ പ്രസൻസ്, പ്രശാന്ത്, ജയറാമേട്ടൻ തന്നെ മോശമാണോ? ഇപ്പൊ നമ്മുടെ മലയാളികൾക്ക് ഇപ്പൊ വിലയില്ലാതെ കൽപ്പിച്ചിരിക്കുന്ന ഒരാളാണ് ജയറാമേട്ടൻ. കാരണം ജയറാമേട്ടൻ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ വലിയ കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ പുള്ളി ഉണ്ടല്ലോ പൊളിച്ചടിക്കൊണ്ടിരിക്കുക. അതായത് വിജയ്ക്കൊപ്പം നിന്ന് ആ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടല്ലോ അമ്മാതിരി രീതിയിലാ. അല്ലാതെ അങ്ങ് വേറൊരു ചെറിയൊരു റോൾ അങ്ങ് കൊടുത്തിട്ട് അങ്ങ് വിടുക, അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല ചെയ്തു വെച്ചേക്കുന്നത്. അത്യാവശ്യമുണ്ട്, കിടിലൻ. അത്യാവശ്യമൊന്നുമില്ല, അത്ര പ്രധാനപ്പെട്ട ഒരു റോളാണ് പുള്ളി കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലോട്ടായിരുന്നു സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഇതായിരുന്നു, നമുക്ക് നെഞ്ചിടിപ്പായിരുന്നു ഓരോന്ന് എത്തുമ്പോഴും. അതായത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ഇവിടെ കുറെ ഞങ്ങൾ ഇന്ന് കണ്ടില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവ്യൂ കണ്ടില്ല കേട്ടോ. കാരണം പല ഈ ഫിലിമിന്റെ ഈ സിനിമയുടെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാര് പല രീതിയിലായിരിക്കും പറയുന്നത്. അതായത് അവരെ ഒരിക്കലും കുറ്റം പറയല്ല കേട്ടോ, ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം അവരുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. കാരണം അവരൊരു സിനിമ എടുത്തിട്ട് കീറി മുറിച്ച് നോക്കും. അതിന്റെ സ്ക്രിപ്റ്റ് വൈസ് എങ്ങനെയാണ് പോകുന്നത്, അതിന്റെ ക്യാമറ ആംഗിൾ എങ്ങനെയാണ് പോകുന്നത്, പിന്നെ ആ കാസ്റ്റിംഗ് എങ്ങനെയാണ് പോകുന്നത്, ഇന്നടത്ത് ലൈറ്റിംഗ്, പിന്നെ VFX എങ്ങനെയാണ് ചെയ്തേക്കുന്നത്, AI എങ്ങനെയാണ് ചെയ്തേക്കുന്നത്, അങ്ങനെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്, ഇത് ഓരോന്നും അവരെടുത്തെടുത്ത് അങ്ങനെ ഒരു പടത്തിനെ കീറി മുറിച്ചാണ് അവർ ഓരോന്ന് അനലൈസ് ചെയ്യുന്നത് ഒരു സിനിമയെ. പക്ഷേ
ഇങ്ങനെയൊക്കെ ആയാലും നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറയുന്ന ഒരു സാധാരണക്കാരൻ ഒരു സാധാരണക്കാരൻ എന്നാ ഒരു ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുന്നു. ഇവൻ ഇങ്ങനെ ഓരോന്നും നോക്കാനല്ലല്ലോ കയറുന്നത്. മൊത്തത്തിൽ ഒരു സാധാരണക്കാരന്റെ കാര്യം മാത്രമാണ് കേട്ടോ പറയുന്നത്. ആ ടിക്കറ്റ് വേസ്റ്റ് ആണോ അല്ലേ എന്ന് ഫസ്റ്റ് നമ്മൾ നോക്കും. നമുക്ക് ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ ടിക്കറ്റ് വേസ്റ്റ് അതിന്റെ മാത്രമല്ല, അത് കറക്റ്റാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു 2.5 മണിക്കൂർ നമ്മളിങ്ങനെ ഇരിക്കുക, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ സിനിമ? അല്ലെങ്കിൽ നമുക്ക് ആ 2.5 മണിക്കൂർ എന്താ പറയാ, നമ്മൾ ഹാപ്പി ആയിട്ട് ആ തിയേറ്ററിൽ ഇരിക്കുന്നുണ്ടോ, അല്ല ആ പടം നമ്മളെ കൊണ്ടുപോകുന്നുണ്ടോ? ഇത്ര മാത്രം നമ്മൾ നോക്കിയാൽ പോരെ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പക്കയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട് കേട്ടോ. ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്, അപ്പൊ അതിൻ്റെതായ ഡിസ്റ്റർബൻസ് ഉണ്ട്. എന്നാലും നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, കണ്ടിന്യൂ. പിന്നെ പറയുകയാണെങ്കിൽ ഗ്രാഫിക്സ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 വിജയമാണ്. അത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സിനിമയിൽ 2 വിജയമാണ്. നമുക്ക് ഒട്ടും മനസ്സിലാവില്ല, ഇവർ 2 തോന്നണേ. അത്രയും കിടിലനായിട്ട് ഗ്രാഫിക്സ് ചെയ്തതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഒന്ന് വിജയുടെ ചെറുപ്പമായിട്ട് ഇരിക്കുന്നത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ചില ആൾക്കാരൊക്കെ എന്താ പറയുക, ഇതിനകത്ത് ഈ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു കേട്ടു ഇത് എന്നെ ബോറായിട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ ആ സിനിമ സിനിമ കാണുന്നതിനുണ്ടല്ലോ ഒന്നും അതിനകത്തൊന്നും പറയാനില്ല അല്ലേ? അതെങ്ങനെ മേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പൊ അതിന് മേളിലുള്ള ടെക്നോളജി ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് അവതാർ സിനിമയൊക്കെ, അവതാറിനകത്ത് എങ്ങനെയാ മനുഷ്യ അഭിനയിച്ചിട്ട് ആ ഒരു ക്യാരക്ടർ ആക്കാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഇന്ത്യയിലോട്ടും വരികയാണ്. അതും നല്ല രീതിയിൽ പ്രാവർത്തികമായെന്നുള്ളതാണ് ഈ സിനിമയില്. അതായത് ചെറിയ വിജയം എന്ന് പറഞ്ഞാൽ നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. നല്ല ഒരു എത്ര വയസ്സ് പറയും, ഒരു 25 ആ ഒരു റേഞ്ച്, ആ ഒരു പ്രായം വരും, അത്രേ ഉള്ളൂ. മറ്റേ അച്ഛൻ വിജയ്. പിന്നെ എനിക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു ഗ്രാഫിക്സ് മാത്രം പോയത് എപ്പോഴാണെന്ന് അറിയോ? ഗ്രാഫിക്സ് മാത്രമായിട്ട് എനിക്ക്, അതായത് സത്യം പറയുവാണെങ്കിൽ വിജയ് 2 ആണല്ലോ. ഇതിന്റെ ഇടയ്ക്കൊരു കുട്ടി വിജയ ആ കുട്ടി വിജയിൽ ഒരു ചെറിയ എവിടെയൊക്കെയോ ഈ കണ്ണ് ഈ AI ചെയ്തപ്പം ഈ ആ ഫേസിന്റെ എക്സ്പ്രഷൻ മാത്രം എങ്ങോട്ടൊക്കെയോ പോകുന്നത് നമുക്ക് അങ്ങ് പെട്ടെന്ന് അങ്ങ്, നമ്മൾ കഥാപരമായിട്ട് നോക്കുമ്പോൾ അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ ടെക്നിക്കലി നോക്കുമ്പോൾ അവിടെ എന്തോ മാത്രം കണ്ണ് വേറെ, ഒരു കൃഷ്ണമണി ഇങ്ങോട്ട് പോകുന്നു, ഒരു കൃഷ്ണമണി ഇങ്ങോട്ടും, അങ്ങനെ ഏയിൽ എന്തൊക്കെയോ ഒരു ഇതുപോലെ തോന്നി. പക്ഷെ എന്നാൽ അല്ലാത്ത വിജയിക്കുന്ന ഒരു നല്ല രീതി. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞാല് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ ഇതില്ലേ, ഇതാരാ മ്യൂസിക് ആരാ ചെയ്തിരിക്കുന്നത് അറിയോ ഇതില്? യുവൻ ശങ്കർ രാജ. അതെ, മ്യൂസിക്കും അത് എനിക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. തീർച്ചയായിട്ടും അത് ഒരു വിജയുടെ മൂവി പറയുമ്പോൾ അതിലൊരു ജിൽ സോങ്സും നല്ല അടിപൊളി സാധനങ്ങൾ എപ്പോഴും. ഫസ്റ്റ് സോങ് കുറച്ചൊരു ജില്ലായി തോന്നി. സാധാരണ കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ സാധാരണ ഒരു വിജയപടത്തിന്റെ ഒരു കിട്ടിലിന്റെ പാട്ടുണ്ടല്ലോ, ആദ്യത്തെ ഒരു ഫസ്റ്റ് പാട്ട്, ഒരു ടൈറ്റിൽ സോങ് എന്ന് പറയുന്നത്, ആ ഒരു സാധനം അത് വന്നിട്ടില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പറഞ്ഞ പോലെ ആ ഒരു ഇതിലേക്ക് വന്നില്ല. കാരണം ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിജയുടെ പടത്തിനും പറ്റിയിരിക്കുന്നതിൽ ഒന്ന് ഇത് പറ്റിയ ആളായിരുന്നു ചോദിച്ചാൽ റഹ്മാൻ സാർ. അനിരുദ്ധും പക്കയാണ്. സൂപ്പർ. അനിരുദ്ധ് നല്ലതാണ്. റഹ്മാൻ സാർ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. റഹ്മാൻ സാർ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഒന്നുകൂടെ അതിന്റെ ആ ഒരു താളക്കൊഴുപ്പും അതിനുള്ള ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മള് ലിയോ ഉണ്ടായിരുന്നില്ലേ വിജയ് മൂവി, അതില് അനിരുദ്ധാണ് ചെയ്തിട്ടുള്ളത് അല്ലെ? സൂപ്പർ ആണ്. അത് നമ്മള് എല്ലാ ഇപ്പൊ ഫൈറ്റ് സീൻ ആയിക്കോട്ടെ, സെന്റിമെന്റ്സ് ആയിക്കോട്ടെ, ഒരു പാട്ട് സീൻ വരികയാണെങ്കിൽ എല്ലാം ചെയ്തിട്ടുള്ളത്. അത് കൃത്യം പറയണല്ല. ലിയോയ്ക്കത്തല്ലേ വില്ലന്മാരെ പോലും നമ്മൾ സ്ക്രീനിൽ കണ്ട് ഇഷ്ടപ്പെട്ടു പോവാന്നൊക്കെ പറയത്തില്ലേ? കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ വില്ലന്മാരെ തന്നെ ഉണ്ടല്ലോ അറിയത്തില്ല. മറ്റേ അയ്യോ ആ ഹിന്ദി തന്നെ പേരിലേക്ക് മറ്റേ സിഗരറ്റ് ഒക്കെ വലിച്ചോണ്ട് കാറിൽ ഇറങ്ങുമ്പോഴേ ഇറങ്ങുന്നേ, ഓ എൻ്റെ അമ്മ അതൊക്കെ എന്നാ ഫീലാന്നറിയോ? എന്ന് പറഞ്ഞ പോലെ ഇത് തീരെ മോശമെന്നല്ല പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ സാധാരണ ഒരു വിജയ് സിനിമ എടുത്ത് വെച്ച് നോക്കുമ്പോൾ അവിടെ മാത്രം ആ ഒരു സൈഡ് മാത്രം അത് ടെക്നിക്കലി ആണ് കേട്ടോ. കാരണം കുറച്ച് മ്യൂസിക്കുമായിട്ട് ഇച്ചിരി കണക്ട് ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾ അങ്ങനെ അതിൽ കയറി പിടിച്ചത്. ഇത് സാധാരണക്കാർക്കും അല്ലെങ്കിൽ സാധാരണ ഒരു സിനിമ കാണാന്നവർക്ക് ഇതൊന്നും ബാധിക്കത്തില്ല. നിങ്ങൾക്ക് നല്ലപോലെ കയറി എൻജോയ് ചെയ്യാൻ പറ്റും, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ആ ടിക്കറ്റിനുള്ള ഉണ്ട്, അതിന് മേളുണ്ട്. എന്താ പിന്നെ ഒരു കാര്യം ഈ അവസരത്തിൽ ഒന്നുകൂടെ പറയാനുണ്ട്. വിജയ് സാറ് ഇത് പടം നിർത്താൻ പോവുകയാണ് അങ്ങനെയൊക്കെ ഒരു അഭിമുഖം കേട്ടായിരുന്നു. ലാസ്റ്റ് പടമാണ്.
പിന്നെ പൊളിറ്റിക്സിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള, ഞങ്ങളുടേന്ന് പറയാൻ പോലും പറ്റത്തില്ല, എൻ്റെ വ്യക്തിപരമുള്ള എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊളിറ്റിക്സിലേക്ക് ഇറങ്ങരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഇത്. എങ്ങനെയാണ്? എനിക്കും അതെ, സിനിമയിൽ തന്നെ നിലനിൽക്കണം എന്നാണ് എനിക്ക് എപ്പോഴും ആഗ്രഹം. സിനിമ നിർത്തിയാൽ അതെ, നമുക്ക് വിജയെ നമ്മൾ കാണുന്ന എപ്പോഴും ആ സ്ക്രീനിൽ കാണണം. അതൊരു രസമാണ്. അതായത് ഒന്ന് വിജയപ്പടം, ഇപ്പൊ എന്നാ പറയുക, നമ്മളിപ്പോ എല്ലാവരും ഇപ്പൊ ലാലേട്ടൻ ആയിക്കോട്ടെ, മമ്മൂക്ക ആയിക്കോട്ടെ, ഈവൻ പൃഥ്വിരാജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫഹദ് ആയിക്കോട്ടെ, വിജയ് ആയിക്കോട്ടെ, സൂര്യ ആയിക്കോട്ടെ, വിക്രം ആയിക്കോട്ടെ, എനിക്ക് കമലഹാസൻ പോലും എനിക്ക് ഈ രാഷ്ട്രീയത്തെ ഇറങ്ങിയത് എനിക്ക് അത്ര, കാരണം നമ്മൾ വേറൊരു രീതിയിലാണ് അവരെ കാണുന്നത് സ്ക്രീനിൽ, അല്ലേ? അവര് ഒന്ന് കളിക്കുമ്പോഴത്തേക്ക് നമ്മൾ കൂടെ കളിക്കുക, അവരൊരു പഞ്ച് ഡയലോഗ് പറയുമ്പോൾ നമ്മൾ കൂടെ, അപ്പൊ അങ്ങനെ അപ്പൊ വിജയ് പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോഴും അതും സിനിമ നിർത്തിയിട്ട് ഇറങ്ങുന്ന ഭയങ്കര സങ്കടം. ഇത്രയും കഴിവുള്ള ഒരാള് അല്ലേ അഭിനയത്തില്. അതെ, പുള്ളിയുള്ള നിലപാടുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ. പക്ഷെ എന്നാലും അത് വേറെ സങ്കടമായി പോയി സിനിമ നിർത്തിയ ന്യൂസ് കേൾക്കുന്നുണ്ട്. വിജയ് ഫാൻസിനൊക്കെ ഭയങ്കര ഇതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു ആക്ടർ, എനിക്ക് അങ്ങനത്തെ സങ്കടമൊന്നല്ല, എനിക്ക് അയ്യോ വിജയ് സിനിമ നിർത്തുന്നതുകൊണ്ട് എനിക്ക് ഊണില്ല ഉറക്കമില്ല അങ്ങനെയല്ല. അതായത് വിജയ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പുള്ളി എനിക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം അവിടെ, അല്ലാതെ ഇങ്ങോട്ട് വന്ന് ആ തിയേറ്ററില് അത് പുള്ളിയെ സ്ക്രീനിൽ കാണാൻ മാത്രമാണ് താല്പര്യം. അല്ലാതെ അവിടെ വന്ന് പിന്നെ അല്ലാത്ത പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക, പിന്നെ പലതിനും വിമർശനങ്ങൾ നേരിടേണ്ടി വരിക, പലരും വെറുപ്പിക്കേണ്ടി വരിക, അങ്ങനെയൊക്കെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് എങ്ങനെയാവുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്നാലും സിനിമ എന്ന് പറയുന്നത് ഒന്നും പറയേണ്ട കിടിലം പടമാണ്. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹയുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ വിജയുടെ. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം അല്ലേ സ്നേഹയായിട്ട്, പണ്ട് ഒത്തിരി സിനിമകളുണ്ട്. കാരണം നമ്മൾ ഒരുപാട് നമ്മളുടെ ആ ചൈൽഡ്ഹുഡ് ആ ടൈമിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ജോഡികളായിരുന്നു സ്നേഹയും വിജയും. ഇതിനകത്ത് നല്ല അസലായിട്ട് നല്ലൊരു കോംബോ ആയിരുന്നു അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഓരോ ക്യാരക്ടറുകളുടെ എൻട്രി എന്ന് പറയുന്നത്. അതിലൊരു സോങ് സമയത്താണ് ആര് തൃഷ വരുന്നത്. എനിക്ക് തോന്നുന്നത് തൃഷയും ഇങ്ങനെ എന്തോ ഈ ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ നിങ്ങളൊന്ന് ആ പാട്ടിനകത്ത് ചെറിയ അങ്ങനെ ഒരു ക്ലോസ് കാണിക്കുന്നില്ല ആ പാട്ടിനകത്ത്. പക്ഷേ എനിക്ക് കണ്ടപ്പം കുട്ടി വിജയുടെ കൂടെയാണ് കളിക്കുന്നത് തൃഷ. തൃഷയും പ്രായം കുറച്ചു. അതാണ് ശ്രദ്ധിക്കണ്ടേ, തൃഷയും പ്രായം കുറച്ച് പഴയ തൃഷയില്ലേ, ആ പഴയ തൃഷയാക്കിയേക്കുവാണ്. അപ്പൊ ആ ഒരു ഭാവമൊക്കെ, ആ ഒരു സോങ് നിങ്ങളൊന്ന് പോയി കാണാം, ഭയങ്കര രസമായിരിക്കും. അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഓരോ റോള് ചെയ്യുന്ന ആൾക്കാർ. അതുപോലെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം ഒന്നുകൂടെ അങ്ങ് ഓണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവെല്ലിന് ശേഷം സെക്കൻഡ് ഹാഫിലെ പടം അല്ലേ? അത് കറക്റ്റ് ആണ്. ഇന്റർവെല്ലിന് ശേഷമാണ്, ആദ്യം മുതലേ നല്ലതാണ്, എന്നാൽ ഇന്റർവെല്ലിന് ശേഷം അങ്ങ് തുടങ്ങുക അല്ലേ, പിന്നെ അങ്ങ് കേറുക മേളിലോട്ട്. പിന്നെ പടം കയറുന്നത് അതുപോലെ കുറെ പുതിയ പുതിയ താരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതൊക്കെ. പിന്നെ ഭയങ്കര ഇതിനകത്ത് ഏറ്റവും വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഈ സിനിമ കാണുമ്പോഴേ ഒരു വില്ലൻ അല്ലെങ്കിൽ നായകനും വില്ലനും കൂടെ ആണല്ലോ മത്സരം എപ്പോഴും സിനിമ. അപ്പൊ ഇതിനകത്ത് അല്ലെങ്കിൽ ഏതൊരു സിനിമ നമ്മൾ കാണുമ്പോഴത്തേക്കും വില്ലൻ തകർന്നേ തരിപ്പണോ എന്നല്ലേ. പക്ഷെ ഇവിടെ നമ്മള് ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുക, വില്ലനും ആ വില്ലനെ അങ്ങനെ വേണോ, അങ്ങനെ ചെയ്യണോ, അതെന്താണെന്ന കാര്യം നിങ്ങൾ സിനിമ കാണണം. കാരണം നായകൻ ഇങ്ങനെ വില്ലനെ ഇനിയിപ്പോ വില്ലനും പോയാലും നമുക്കൊരു വിഷമമുണ്ട് ചെറിയ, അതെന്താണ്, അത് വലിയൊരു സീക്രട്ടാണ്. അതെന്താണെന്ന് നിങ്ങൾ സിനിമ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതൊന്ന്. അപ്പോൾ സ്നേഹയുടെ കാര്യം പറഞ്ഞു, തൃഷയുടെ കാര്യം പറഞ്ഞു, അടുത്ത് യോഗി ബാബു എൻ്റെ അമ്മയെ ഒരു രക്ഷ. പുള്ളി പിന്നെ ഏത് സിനിമയിലായാലും പുള്ളിയുടെ കാര്യം ചെയ്യും, അത് ആൾക്കാരിലേക്ക് മാക്സിമം എത്തിക്കുകയും ചെയ്യും, എന്നിട്ട് പുള്ളി അങ്ങ് പോകും. പിന്നെ അധികം കിടന്നുള്ള പരിപാടിയൊന്നുമില്ല, അത്ര മതി. അതിനുള്ള ഉണ്ട്. പിന്നെ സ്ക്രീൻ സ്പേസ് ഇല്ലാത്ത ശിവകാർത്തികനാണ്. പിന്നെ അത് അങ്ങനത്തെ റോളാണ്, പിന്നെ അങ്ങനത്തെ റോൾ ആയതുകൊണ്ടായിരിക്കാം എനിക്കും അത് പറയാനുള്ള റോൾ അങ്ങനെയാണ്. അതാ കനിക ഉണ്ടായിരുന്നു, ശിവകാർത്തികൻ ഉണ്ടായിരുന്നു, അതങ്ങനെ അങ്ങ് പോയി. പിന്നെ അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് ക്യാരക്ടർ ഉണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, ധൈര്യമായിട്ട് ഒന്നും മടിക്കാതെ ടിക്കറ്റ് എടുക്കാം. നിങ്ങൾക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരിക്കും. ഓക്കെ.